അടനെ കാണിക്കൂലേ അപ്പൊ മറ്റേ ഇത് കാണിച്ചില്ല കാണണ്ട സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ അടിയിൽ ഇത് കാണിച്ചില്ല. മാനസികമായിട്ട് തകർക്കാൻ നോക്കണ്ട. അണ്ണൻ പറയാ ഞാനിപ്പോ കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെ കൊണ്ട് പോകുന്നു പറഞ്ഞ പുള്ളി അങ്ങനെ പറയില്ല. പുള്ളി നല്ല ഒന്നാന്തരം സഹായത്തിന് എനിക്ക് പ്ലംബിങ് അറിയാം, അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാം. അവിടെ കാണുമ്പോ നമുക്ക് ഇപ്പൊ സെൽഫി എടുക്കുമ്പോ ചില പുറകിൽ നിന്ന് കുത്തോന്ന് അറിയാൻ അതുകൊണ്ട് നമ്മൾ അധികം ബുദ്ധി അല്പം കൂടുതലാണ്, കുറച്ചുകൂടി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പേരിട്ട നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ ഒമർ സാർ. ഈ രേണുസുതിയുടെ കൂടെ അഭിനയിച്ചുകൊണ്ട് രേണുസുതിക്ക് കുറെ അധികം നെഗറ്റീവ് വരുന്നുണ്ട്. അലൻ ജോസിന്റെ കൂടെ എന്തുകൊണ്ട് അഭിനയിച്ചു എന്നതിന്റെ പേരില് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ രേണുസുതിനെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്റെ കൂടെ അഭിനയിക്കുമ്പോ ഇത്ര ഞാൻ അതിലേക്ക് വരാം, കണ്ടന്റ് തരാം, കുഴപ്പമില്ല. രേണുസുതിക്കൊപ്പം ദാസേട്ടൻ കോഴിക്കോട് പ്രതീക്ഷ അവരെല്ലാം പെർഫോം ചെയ്തപ്പോഴും കമന്റ്സ് വന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോഴും കമന്റ്സ് വന്നു. പുള്ളി എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി കുറച്ച് ബോൾഡ്നെസ് ആണ്, നിഖില വിമലിനെ പോലെ കുറച്ച് സ്വിറ്റ് ആണെന്ന് തന്നെ പറയും. അല്ല, ആൾക്കാർ അതിനെ പറ്റി വളച്ചൊടിക്കുന്നുണ്ട്. കാരണം ട്രോള് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട് നിഖില വിമലോട് കഷ്ടമായിരുന്നു. കഷ്ടം തന്നെ ഞാൻ പറഞ്ഞത് നിഖില വിമലിന്റെ ആറ്റിറ്റ്യൂഡ് പോലത്തെ ഉള്ള ഒരു ബോൾഡ്നെസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുന്ന പറഞ്ഞു. നിഖില വിമലിനെ പോലത്തെ എന്നാ പറഞ്ഞത്. ആ ഒരു സ്റ്റൈല് അനുകരണം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി. അല്ലാണ്ട് പ്ലാനൊന്നുമല്ല, അത് കണ്ടല്ലേ. നെഗറ്റീവ് ഒന്നും എനിക്ക് പറയാനില്ല. പുള്ളിയുടെ നെഗറ്റീവ്സ് കണ്ടിട്ടാണെങ്കിൽ ഒന്നും ഒരാളൂടെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായി? എല്ലാവർക്കും നെഗറ്റീവ് പോസിറ്റീവ്സ് നമ്മള് കേൾക്കും. ഇപ്പൊ പല സിനിമ നടിമാരെ പറ്റിയും നെഗറ്റീവ്സ് കേൾക്കാറില്ലേ എന്നും പറഞ്ഞ്. പക്ഷെ സുധിച്ചേട്ടന്റെ ഒരു മരണത്തിന് ശേഷം പുള്ളി ആക്റ്റീവായിട്ട് റീൽസിലും ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും ഇപ്പൊ ദയാവതം എന്ന് പറഞ്ഞ സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ അതല്ല പുള്ളി രേണുസുതില്ലേ അലൻ ജോസിന്റെ കൂടെ അഭിനയിച്ചോണ്ട് നെഗറ്റീവ് വന്നു. അതാണ് പ്രശ്നം. ഞാൻ ചേച്ചിയായിട്ട് ഒരു 9 വയസ്സ് വ്യത്യാസമുണ്ട്. ചേച്ചിക്ക് 31 വയസ്സുണ്ട്, എനിക്ക് 24, 31. നോക്കി അഭിനയിക്കാൻ പറ്റുമോ? 24, 31. എനിക്ക് കറക്റ്റ് എത്ര ഡിഫറൻസ് അറിയില്ല. നായകനായകല്ല, ഒരു ക്യാരക്ടർ റോളാണ് ചെയ്തത്. ഒരുമിച്ച് ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്ത കഥാപാത്രം, ഒരു ക്ലോസപ്പ് സീക്വൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു ആൽബം ചെയ്തത് കഴിഞ്ഞ ദിവസം. അതിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചു. അല്ലെന്ന് വേറൊരു ആൽബം ചെയ്തായിരുന്നു. AJP എന്ന് പറഞ്ഞ പേരിട്ട നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ ഒമർ സാർ. പുള്ളി ബാഡ് ബോയ്സില് എന്നെ കാണിക്കുമ്പോ തന്നെ അങ്ങനെ ഒരു കാണില്ല. പക്ഷെ എനിക്ക് സൂപ്പർ സ്റ്റാർ AJP എന്നൊക്കെ പറയാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് വിഷമമുണ്ടാ അതെന്നെ കാണിക്കുമ്പോ പേര് കളിക്കാത്തതുകൊണ്ട്. അതല്ലാണ്ട് അടനെ കാണിക്കൂലേ അപ്പൊ മറ്റേ ഇത് കാണിച്ചില്ല കാണണ്ട സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ അടിയിൽ ഇത് കാണിച്ചില്ല. മാനസികമായിട്ട് തകർക്കാൻ നോക്കണ്ട. അങ്ങനെയൊന്നും ഇല്ലട്ടാ, ഞാൻ ചോദിച്ചതേ എഴുതി വന്നു പുള്ളി. പക്ഷെ വേറൊരു പ്രേക്ഷകരോട് വേറെ ചോദിക്കുന്നുള്ളൂ എന്നോട്. കാരണം ബാഡ് ബോയ്സ് കഴിഞ്ഞ് എന്തുകൊണ്ട് സിനിമകൾ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കിട്ടുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് കൂടുതൽ ചെയ്തു, പുരാതന ചെയ്തു, ടോളിവെസ്റ്റ് ചെയ്തു, അതിൽ ഇറങ്ങാനുണ്ട്. നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇവ പുള്ളി പറഞ്ഞ ജൂനിയർ ഓഡിഷൻ അല്ല, നല്ലൊരു മുഖം കാണിക്കുന്ന പോലത്തെ വേഷം. എന്റെ റോൾ മോഡൽ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ തന്നെയാണ്. പുള്ളിനെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അധികം. ഇനി സംസാരിക്കുന്നുണ്ട് ഒരു ഡേറ്റിംഗിന്റെ.
ആദ്യം തിയേറ്ററിൽ പോയി കണ്ട പടം ലയനാണ് കണ്ടത് പണ്ട്. എടുത്തിട്ടുണ്ടേ കണ്ടു കൊച്ചിനെയപ്പം പണ്ടാണ് 4 വയസ്സുള്ളപ്പോ എടുത്തിട്ടുണ്ട്, എടുത്ത് ഓർത്തിട്ടുണ്ട്. 4 വയസ്സ് ആദ്യത്തെ സംശയം എനിക്ക് ബുദ്ധി കൂടി പോയതാണ് ബുദ്ധി കുറഞ്ഞു പോയതാണ്. എനിക്ക് കുറച്ച് ഞാൻ ഒരുപാട് പേരെ പ്രണയിച്ചിട്ടുണ്ട് പണ്ട് മുതൽ. അതുകൊണ്ട് തേപ്പ് ഇട്ടിട്ടുണ്ട്. തേപ്പ് കൺഫ്യൂഷൻ ആയിപ്പാ. എനിക്ക് ബുദ്ധി കുറഞ്ഞു പോയതാണോ കൂടി പോയതാണോ? ബുദ്ധി അല്പം കൂടുതലാണ്. കൂടുതലല്ല, കുറച്ചുകൂടി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. വക്രതയുടെ ഭയങ്കര. അതൊക്കെ കൂടുതലാണ്. അപ്പൊ രാഷ്ട്രീയം നോക്കിക്കോട്ടെ, പാടെ പോപ്പുലാരിറ്റി ആയില്ലേ? അടുത്ത വർഷം രാഷ്ട്രീയത്തെ 25 വയസ്സാകുമ്പോ കോൺഗ്രസ്സാ രാഷ്ട്രീയം ഞാൻ പറയില്ല ഏതാ പാർട്ടി ഞാൻ പറയും. നേരത്തെ പാട്ടോട് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷെ ഞാൻ ഏത് പാർട്ടിയാന്ന് ആ സമയത്ത് തീരുമാനിക്കുള്ളൂ. കോൺഗ്രസ് അപ്പോഴേ തീരുമാനിക്കുള്ളൂ. ഏത് പാർട്ടിയിൽ നിൽക്കണമെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ലാസ്റ്റ് ഏതുപാടാ തിയേറ്റർ പോയി കണ്ടത്? തിയേറ്ററിൽ പോയിട്ട് കണ്ട പടം നമ്മുടെ ആഭ്യന്തര കുറ്റവാളി. ഇഷ്ടപ്പെട്ടോ? അതെന്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. ആശുപത്രിയുടെ കഥാപാത്രം. ആശുപത്രിയുടെ കഥാപാത്രം അല്ല, ആസിഫിനെ നമ്മളിപ്പോ ഈ പുള്ളി പറഞ്ഞത് നീ കണ്ടില്ലേ ഇതിനെപ്പറ്റി ചെറിയ പറഞ്ഞു. അതിനെ കുറിച്ച് പറയാന്ന് കല്യാണം കഴിക്കാൻ പേടിയോ ആ പടം കണ്ടു കഴിഞ്ഞാൽ? എന്താ കാര്യം അത് പറയുന്നു? കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, നിനക്കും പേടിക്കേണ്ട കാര്യമില്ല, സ്വത്തില്ലാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാറുണ്ട്, അണ്ണൻ പറയാറുണ്ടല്ല ഈ അണ്ണന്റെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സ്വത്ത് പോകുന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറയാറുണ്ട്. അതില് ആസിഫിന്റെ കഥാപാത്രം കല്യാണം കഴിച്ചിട്ട് ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോ പുള്ളിക്കാരത്ത് കൈ മാറ്റുന്നു. മനസ്സിലായോ? അപ്പൊ എന്താണ് അതിനുള്ളൊരു കാരണം തിരക്കുന്നത് ക്ലൈമാക്സ് ഫോട്ടോ എടുക്കുമ്പോഴാണ്. ഈ പെൺകുട്ടി വേറെ പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു, ലെസ്ബിയൻ മോഡൽ. പോയിലറാകല്ല കാര്യങ്ങൾ പറയാം. നമുക്ക് കണ്ടപ്പോ തന്നെ വിഷമം തോന്നി. കാരണം എനിക്കൊരു കണ്ടപ്പോ ഒരു കാരണം മറ്റേ നമ്മൾ ആണുങ്ങളെ കളിയാക്കിയ പോലെ ആയിപ്പോയി. നിങ്ങളുടെ ആൾക്കാർ കൈകൊണ്ട് സെൽഫി എടുക്കാൻ സമ്മതിക്കുന്നില്ല, ഓടിച്ച് പറയാൻ പേടിയാവുന്നതാണ് ഈ ക്രൗഡിനെ കാണുമ്പോ. ക്രൗഡ് കാണുമ്പോ നമുക്ക് ഇപ്പൊ സെൽഫി എടുക്കുമ്പോ ചിലപ്പോ പുറകിൽ നിന്ന് കുത്തോന്ന് അറിയാൻ അതുകൊണ്ട് നമ്മൾ അധികം അവരൊക്കെ പോയല്ലോ കേട്ടോ. ഞാൻ കുറച്ചുകൂടിയൊക്കെ ചിന്തിച്ചല്ലേ ഇത് പ്രവർത്തിക്കൂ. അവര് സ്റ്റാൻഡേർഡോടൊരു നടന്മാരല്ലേ. ഞാനൊരു റിവ്യൂവിൽ നിന്ന് വന്നുകൊണ്ടും പിന്നെ ആ പ്രായം കുറവുകൊണ്ടും ഇപ്പൊ നെസ്ലിൻ കഴിഞ്ഞ ദിവസങ്ങളെ കാണിക്കണ്ടില്ല. ഞാൻ നെസ്ലിനെ പോലെയാ. നെസ്ലിന് അധികം സെൽഫി കൊടുക്കാറില്ല, മാക്സിമം കൊടുക്കാറില്ല. മണ്ടന്മാരെന്നല്ല, അവര് കുറച്ചുകൂടിയൊക്കെ അവര് പ്രൊട്ടക്ട് ചെയ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇവര് ഫോട്ടോ എടുക്കുന്നത്. നമ്മള് കൂടെ നിൽക്കുമ്പോ തന്നെ ആൾക്കാർ അങ്ങനത്തെ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ് ഫാൻസും ഉണ്ടാവും. അത് ഓരോ പിയാർക്ക് എന്റെ ഗ്രൂപ്പ് ഒന്നും ഉണ്ട്. നമ്മള് ഓരോ എന്റെ പേര് അങ്ങനെ അസോസിയേഷൻ ഒന്നും ഇല്ല. ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കണേ. അവരുടെ ചാനലില് ചിലപ്പോ പരസ്യം 20-25 വയസ്സുള്ള പിള്ളേരുടെ ഹരമാണ് 20 അല്ല ഒരു 16. ചില മൈനറായിട്ടുള്ള ആൾക്കാരും വിളിക്കാറുണ്ട്. ഫാനാണ്ടാ ചേട്ടന്റെ റിവ്യൂ കാണാറുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് പേര്. ഒരുപാട് കളിയാക്കലെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കട്ടാക്കാറുണ്ട്. എന്താ നിങ്ങൾ എന്റെ ഇതിനായിട്ട് ഒന്ന് രണ്ട് ഞാൻ ഒരു 10-16 പ്രൊഫൈൽ വന്നതാ. ഞാൻ പിന്നെ എന്റെ ആദ്യം ഞാൻ ഇതിനെ കുറിച്ച് എന്തോ പണ്ട് ഞാൻ പറഞ്ഞത് വളർത്തിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ കണ്ടീഷൻ ഒന്നുമില്ല. പെണ്ണ് കിട്ടില്ല, കിട്ടണമെന്നല്ല, കിട്ടും. പക്ഷെ അത് ഒരുപാട് പേര് ചിലര് അല്ല നമ്മള് മറ്റേ പലതും മാറ്റണമെന്നൊക്കെ പറഞ്ഞു. പെണ്ണ് കിട്ടൂടാ. കാരണം ഒരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞ് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറുന്നു. ആറെണ്ണയൊക്കെ എടുത്ത് തോന്നുന്നു. സന്തോഷം ഇറക്കി വിഷ്ണു കൊച്ചിക്കാരൻ ബ്രൈറ്റ് ഇവരെയൊക്കെ എടുത്ത് മാറ്റി ഒരു സൈഡിലിട്ടിട്ട് ഒറ്റയ്ക്ക് ഭയങ്കരമായിക്കോളൊന്നല്ല, ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന്. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും ഞങ്ങളില്ലാണ്ട്. നിനക്ക് ഒരാളില്ലാണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നാലും നീ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ശരിയല്ലേ? അല്ലാണ്ട് ഒറ്റക്ക് സിനിമ പോകാൻ നിനക്ക് പറ്റുമോ? നിനക്ക് പേടിയുണ്ടാ? എനിക്ക് സംശയമുണ്ട്. അതല്ല, എനിക്കൊരു സംശയമുള്ള നിർത്തി കഴിഞ്ഞാൽ പെണ്ണിനെ വളർത്തിട്ട് പേടി.
എനിക്ക് ഇതിനൊരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിതൊരു കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണം കഴിച്ചിട്ട് നീ എന്താ എന്നോട് പറഞ്ഞ? ഏ? നീ കല്യാണം കഴിച്ചിട്ട് എന്താ എന്നോട് പറഞ്ഞ? നിന്നെ നീ ഇപ്പൊ പുള്ളി പറഞ്ഞില്ലേ? ഡ്രൈവർ ആക്കാന്ന് പറഞ്ഞ? പറഞ്ഞ്. പറഞ്ഞ? ആ. അപ്പൊ ആക്കിക്കോളാം. പക്ഷെ പുള്ളി പറഞ്ഞില്ല ലൈൻ അടിക്കുന്നു പറഞ്ഞല്ലോ. നീ പറഞ്ഞ ലൈൻ അണ്ണൻ പറഞ്ഞ ഞാനിവ കല്യാണം കഴിച്ചിട്ട് ഇവന്റെ പെണ്ണിനെ കൊണ്ട് പോകുന്നു പറഞ്ഞ? ഇല്ല. പുള്ളി അങ്ങനെ പറയില്ല. പുള്ളി നല്ല ഒന്നാന്തരം നുണവായിട്ട് നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയാ. അറിയോ? പുള്ളിക്ക് 3-4 പേര് പെണ്ണുങ്ങളുണ്ട്. പക്ഷെ പുള്ളി അവരൊന്നും അങ്ങനെ വിളിക്കാറില്ല. എല്ലപ്പോഴും വിളിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഫോക്കസ് ചെയ്യുന്നത് സിനിമയാണ്, അല്ലാണ്ട് പെണ്ണുങ്ങളല്ല. ഒരു ദിവസം പുള്ളി ഈ വിഷ്ണു കൊച്ചിക്കാരനെ പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞ് സെൽഫി ഒക്കെ എടുത്ത് ചായ കുടിക്കാൻ നോക്കിയപ്പോ ഇങ്ങനെ തോളത്ത് കേട്ട് എന്നോട് കാണിച്ചു തന്നേന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആരാധന കൊണ്ടുവരുമ്പോ പക്ഷെ അതൊന്നും പബ്ലിക് ആക്കില്ലല്ലോ നീ മറ്റേ ഫൈസലിനും സിയാസിനും പൈനാപ്പിളിന്റെ ഭാര്യയും കാമുകയുടെ സിനിമയാണ്. ഈ സപ്പോസ് നീ എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടിയോട് വർത്തമാനം പറയുന്ന ആരെങ്കിലും എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ നീ ഒരു വിവാഹിതനായി ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? ഇടാ പ്രാർത്ഥിക്കണേ. ഇടാ പ്രാർത്ഥിക്കണേ. കാരണം കൂടെ ഏതായാലും എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ പെരയുടെ അല്ല വേറെ കാര്യമുണ്ട്. പെരയുടെ മനസ്സ് അന്നത് കാണണം. കല്യാണം കഴിഞ്ഞാലും എന്നെ അവൻ ഡ്രൈവറായിട്ട് നിർത്താന്ന് പറഞ്ഞു. മാറ്റി കഴിഞ്ഞാൽ കാരണം എനിക്ക് അങ്ങനെ പാര വെച്ചിട്ടുണ്ടാ? മറ്റേ വണ്ടി കൊണ്ട് പറയത്തില്ലല്ലോ. വണ്ടി പറയണ അപ്പൊ അത് പറയണം. ഞാൻ പാര വെച്ചിട്ടുണ്ട്. യാത്ര കൂട്ടുകാരല്ല അടിയാവല്ലോ. സഹായികളുടെ വേണ്ടി സഹായിക്കും. അല്ലാണ്ട് ഞാൻ അങ്ങനെ മോശം രീതിയിൽ അല്ല ആറെണ്ണം പറയുന്നു. സഹായത്തിന് എനിക്ക് പ്ലംബിംഗ് അറിയാം, അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാം. ഒരുപാട് പേരെന്നെ കെട്ടാൻ വേണ്ടി ഇപ്പൊ എന്നെ ഏതായാലും അവൻ വിടൂല. കാരണം അവന്റെ കല്യാണം കഴിഞ്ഞാൽ എന്നെ കൂടെ നിർത്തുവാൻ. കാര്യം അവന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നേക്കണം ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാം പറയാൻ പറ്റും. ഈ കാക്കിഷന്റെ എപ്പോഴും ടോപ്പിക്